2000 രൂപയുടെ കണ്ണടയാണ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തത്. അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരു 0 കൂടെ ചേർത്ത് വേറൊരു ബില്ലാണ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ആ കണ്ണടയ്ക്ക് ശരിക്കും 2000 ഉള്ളൂ, 20,000 ഇല്ല. അമ്പടെ കള്ള അച്ഛാ, അച്ഛമ്മേനെ പറ്റിക്കാണല്ലേ. അപ്പം ബാക്കി 18,000 അതെന്റെ പോക്കറ്റിലുണ്ട്. ഇതൊന്നും അത്ര നല്ലതല്ല. എങ്ങനെ നല്ലതില്ലാതിരിക്കും? നീ ഒന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക്. 20,000 രൂപയുടെ കണ്ണാടി വെച്ചാലേ അമ്മയ്ക്ക് മനസമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 20,000 രൂപ ബില്ലിട്ട് അമ്മയ്ക്ക് കണ്ണാടി കൊടുത്തു. അത് ഇത് 18,000 രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനും ഹാപ്പിയായി. ഇപ്പൊ അമ്മയെ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇത് കേട്ടപ്പോ നീയും ഹാപ്പിയായി? ഞാൻ ഹാപ്പി ആയിട്ടില്ല. എന്തേ? ഞാൻ എങ്ങനെയാ ഹാപ്പി ആവുന്നത്? കട്ട മുതൽ എന്തിനാ നമുക്ക്? കട്ടതൊന്നുമല്ല, ഒരാളുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ നടത്തിയ ഒരു പ്രവൃത്തിയാണ്. എന്ത്? ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി. അമ്മേന്റെ 18,000 രൂപ കട്ടെടുത്ത് ഞാൻ ഹാപ്പിനെസ് ഉണ്ടാക്കല്? അങ്ങനെ അതിനെ കാണരുത്. അമ്മയ്ക്ക് 18,000 രൂപയ്ക്ക് ഇത്രയും സന്തോഷം കിട്ടിയെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അതിനെ അങ്ങനെ കാണാവുള്ളൂ. നിനക്ക് ഹാപ്പി ആവാൻ നീ എന്താ വേണ്ടത് പറ? ഞാൻ 20,000 രൂപയുടെ കണ്ണട മേടിച്ചോടൊന്നല്ല പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ എന്തിനാണ് ഞാൻ ഇംഗ്ലീഷ് പത്രം ഇടാത്തതിന്. എടി, ഈ ആഡംബരം പൊങ്ങച്ചോന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പത്രത്തിനെ എതിർത്തത്. ഇനിയിപ്പം നിനക്ക് അതുകൊണ്ടേ നിനക്ക് സന്തോഷം കിട്ടുവുള്ളെങ്കിൽ നീ ഇംഗ്ലീഷ് പത്രം മേടിച്ചോന്നേ.